Last topic is Constitution, the role of B.R. Ambedkar. The Constitution of India was not prepared in haste, but the process of the evolution of the Constitution began many decades before India became independent in the year 1947. അപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരുപാട് നാളുകൾക്ക് മുമ്പേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. So the process continued unabated since it is originated in the freedom struggle till new constitution was drafted after prolonged debates and discussion in the Constituent Assembly. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ ഒരുപാട് ഡിസ്കഷൻ്റെയും ഡിബേറ്റിൻ്റെയും ബേസിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. The day of 26th January 1915 was a red letter day in the history of India. That is very important day. അപ്പോൾ 1950 ജനുവരി മാസം 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഓൺ ദാറ്റ് ഡേ ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഓപ്പറേഷൻ. അപ്പോൾ എഴുതപ്പെട്ട ഒരു ഭരണഘടന ഇന്ത്യക്ക് നിലവിൽ വന്നത് 1950 ജനുവരി മാസം 26 ജനുവരി 26 വാസ് പർപ്പസ്ഫുള്ളി ചൂസൺ. ഇത് വളരെ പർപ്പസ്ഫുള്ളായിട്ട് ചൂസ് ചെയ്തൊരു ഡേറ്റാണ് ജനുവരി 26 എന്ന് പറയുന്നത്. As the date on which the Constitution became operative, because since 1930 the day has been celebrated as the day of complete independence throughout India by the millions of people. അപ്പോൾ 1930 നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ മില്യൺസ് ഓഫ് പീപ്പിൾ, ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇറ്റ് ഈസ് വെരി befitting to declare such a historic day as the day of operation of the Constitution of Republic of India. The Constitution of India was the longest written constitution, having the best element of all existing constitution up to that date. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഒരു ഭരണഘടനയാണ്. There is no one person who has written the Constitution of India. Normally the credit for drafting the Constitution is given by Dr. B.R. Ambedkar. ഇപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ഹി വാസ് ദ ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ B.R. അംബേദ്കർ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡ്രാഫ്റ്റഡ് ബൈ എ കമ്മിറ്റി ഹെഡഡ് ബൈ ഡോക്ടർ B.R. അംബേദ്കർ ഓൺ 26 നവംബർ 1949. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ B.R. അംബേദ്കറുടെ നേതൃത്വത്തിൽ നിലവിൽ വന്നത് 1949 നവംബർ മാസം 26 ഇന്ത്യ ബിക്കെയിം എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആഫ്റ്റർ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 ജനുവരി 1950. അപ്പോൾ 1950 ജനുവരി മാസം 26 നമ്മുടെ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ സ്വതന്ത്ര രാജ്യമായിട്ട് മാറി. The Constitution of India draws extensively from the Western legal traditions and in its outline of the principles of liberal democracy. ഇപ്പോൾ ഇന്ത്യയിലെ ഡെമോക്രാറ്റിക് പാറ്റേൺ ഓഫ് ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻറ്റാണ് നിലവിൽ വന്നത്. ഇറ്റ് ഫോളോസ് ബ്രിട്ടീഷ് പാർലമെൻ്ററി പാറ്റേൺ വിത്ത് എ ലോവർ ആൻഡ് അപ്പർ ഹൗസ്. ഇപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻ്ററി ഫോമിൽ അല്ലെങ്കിൽ അതേപോലെ ലോവർ ഹൗസും അപ്പർ ഹൗസും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലോകസഭയും രാജ്യസഭയും. അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. സോ ഇറ്റ് എംബോഡിഡ് സം ഫണ്ടമെൻ്റൽ റൈറ്റ് വിച്ച് ആർ സിമിലർ ടു ദ ബിൽ ഓഫ് റൈറ്റ് ഡിക്ലെയർഡ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ കടമെടുത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്. ഇറ്റ് ആൾസോ ബോറോസ് ദ കോൺസെപ്റ്റ് സുപ്രീം കോർട്ട് ഫ്രം US. അപ്പം US നിന്ന് തന്നെയാണ് സുപ്രീം കോർട്ട് ബോറോ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഈസ് എ ഫെഡറൽ സിസ്റ്റം. ഇപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ അല്ലെങ്കിൽ ഡ്യുവൽ സിസ്റ്റം, ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഡിവൈഡിങ് എ പവേഴ്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ഓസ്ട്രേലിയ. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അധികാരം ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് എലബറേറ്റ് എ സെറ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പോളിസി ഇൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. DPSP ബോറോ ചെയ്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് എ പ്രൊവിഷൻ ഫോർ ഷെഡ്യൂൾഡ് ടു ബി ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദ അമെൻമെൻറ്റ്. ഇപ്പം ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഷെഡ്യൂൾഡ്, അത് പ്രൊവിഷൻ ഫോർ ഷെഡ്യൂൾസ് ടു ബി ആഡഡ്, ഓരോ ഷെഡ്യൂളുകൾ ആഡ് ചെയ്തു.
So the review of the constitution needed at least the 2/3 of the Lok Sabha and Rajya Sabha to pass it. ഇപ്പോൾ ഷെഡ്യൂളുകൾ അമെൻഡ് ചെയ്യണമെങ്കിൽ ലോകസഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി അമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഫ്രീക്വൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടെ ഭരണഘടനകൾ ഭേദഗതി നടത്തുന്ന ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. ഇൻഫാക്റ്റ് ദ ഫസ്റ്റ് അമെൻമെൻറ്റ് ടു ബി പാസ്ഡ് ഓൺലി ആഫ്റ്റർ 1 year. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ അമെൻമെൻറ്റ് ഉണ്ടായത്. സോ അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ന്യൂമറസ് മൈനർ ചേഞ്ചസ്. ഇപ്പോൾ ചെറിയ ചേഞ്ചസുകൾ നടത്തി. മെനി മോർ അമെൻമെൻറ്റ് ഫോളോഡ് ദ റേറ്റ് ഓഫ് ആൾമോസ്റ്റ് 2 amendments per year since 1950. Most of the constitution can be amended after a quorum of more than half of the members of each house. അപ്പോൾ അമെൻമെൻറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ പകുതി മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം, അതുപോലെ 2/3 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ പെർട്ടൈനിങ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അതോറിറ്റി ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് മസ്റ്റ് ആൾസോ ബി അപ്രൂവ്ഡ് ബൈ 50% ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോൾ 50% പേര് അപ്രൂവൽ ചെയ്താൽ മാത്രമേ അമെൻമെൻറ്റ് പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യാൻ കഴിയൂ. So, salient features of the Constitution of India can be discussed as follows. First one is written and detailed constitution. The constitution is wholly a written document. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. ആൻഡ് വിച്ച് ഇൻകോർപ്പറേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് ഫുള്ളി ഡിബേറ്റഡ് ഓൺലി എനാക്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഇറ്റ് ടുക്ക് ദ അസംബ്ലി 2 years, 11 months and 18 days to write and enact the constitution. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ 2 വർഷം 11 മാസം 18 ദിവസം എടുത്തിരുന്നു. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വെരി ഡീറ്റെയിൽഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 395 articles and divided into 22 parts and 12 schedule and 94 constitutional amendments. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 395 ആർട്ടിക്കിളും 22 പാർട്സും 12 ഷെഡ്യൂളും 94 ഭരണഘടനാ ഭേദഗതികളും നടത്തിയിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോത്ത് സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരേ ഭരണഘടന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സോ നമ്പർ 2, സെൽഫ് മെയ്ഡ് ആൻഡ് എനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആക്ടിംഗ് ത്രൂ ദെയർ ഡ്യൂലി ഇലക്റ്റഡ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ബോഡി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി and was organized in December 1946. The first session was held on 9th December 1946. It passed objective resolution on 22nd January 1947. The constitution became fully operational with effect from 26th January 1950. We celebrate this day as our Republic Day. The Constitution of India is the self-made and duly enacted constitution. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു സെൽഫ്-മെയ്ഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്തത് 1950 ജനുവരി 26-നാണ്. സോ നമ്പർ 3, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് എ വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻറ്റ്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റാണ്. ആൻഡ് വിച്ച് സ്റ്റേറ്റ്സ് ദ ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫി സ്റ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖത്തിലാണ്. ഇറ്റ് ഡിക്ലെയർസ് ഇന്ത്യ ടു ബി എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് വെൽഫെയർ സ്റ്റേറ്റ് കമ്മിറ്റഡ് ടു സെക്യൂർ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ഫോർ ദ പീപ്പിൾ, ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഫ്രട്ടേണിറ്റി, ഡിഗ്നിറ്റി ടു ദ ഇൻഡിവിജ്വൽ, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ. അപ്പം നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക ജനാധിപത്യ സ്വതന്ത്ര രാജ്യമാണ്. അതോടൊപ്പം തന്നെ വെൽഫെയർ ക്ഷേമം ഉറപ്പുവരുത്തുന്നു, ജസ്റ്റിസ് നീതി ഉറപ്പുവരുത്തുന്നു, ഇക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു, സാഹോദര്യം ഉറപ്പുവരുത്തുന്നു, ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികളുടെയും അന്തസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഐക്യം ഉറപ്പുവരുത്തുന്നു, ഇൻറ്റഗ്രിറ്റി ഓഫ് നേഷൻ രാജ്യത്തിൻ്റെ അഖണ്ഡത ഉറപ്പുവരുത്തുന്നു. സോ ദ പ്രിയാമ്പിൾ ഈസ് ദ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കും, വിച്ച് ഈസ് നോൺ ആസ് ദ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണയുടെ കീ അല്ലെങ്കിൽ താക്കോലായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? പ്രിയാമ്പിൾ. It states the nature of Indian state and the objectives it is committed to secure for the people.